പ്രിയ ദൈവജനമേ, 2025 അവസാന നിമിഷങ്ങളിൽ നാം നിൽക്കുമ്പോൾ 2026 പ്രവേശിക്കാൻ നമുക്കിനിയും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കടന്നുപോയ വർഷത്തെ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന വർഷത്തെ ഒരു വിശുദ്ധീകരണ കാലഘട്ടമായി നമുക്ക് മാറ്റാം. വിശുദ്ധിയിൽ വളരുക എന്നതായിരിക്കണം 2026 നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാന ആത്മീയ ലക്ഷ്യം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലോ വചന വായനയിലോ അല്പസമയം ചെലവഴിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ ചൈതന്യം വീണ്ടെടുക്കാൻ ഈ പുതുവർഷം കാരണമാകട്ടെ. അയൽക്കാരോടുള്ള സ്നേഹത്തിലും കരുണയിലും വളരാൻ ഈ വർഷം നമുക്ക് സാധിക്കണം. വിദ്വേഷവും പകയും ഉപേക്ഷിച്ച് ക്ഷമയുടെ പുതിയ പാഠങ്ങൾ നമുക്കും അഭ്യസിക്കാം. നമ്മുടെ നാവും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാകട്ടെ. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കാം. ആഡംബരങ്ങൾ കുറച്ച് എളിയവർക്കായി മാറ്റിവെക്കുന്ന ഒരു ഹൃദയം നമുക്കും ഉണ്ടാകട്ടെ. ഓരോ മാസവും അനുരഞ്ജനത്തിൻ്റെ കുദാശ വഴി ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. മാതാവിനോടുള്ള ഭക്തിയിൽ ജപമാല പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. സഭാത്മകമായ കൂട്ടായ്മകളിൽ സജീവമായി പങ്കുചേരാൻ തീരുമാനിക്കാം, ശ്രദ്ധിക്കാം. സോഷ്യൽ മീഡിയയുടെയും ലോകത്തിൻ്റെയും ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിശബ്ദത ശീലിക്കാം. പ്രതിസന്ധികളിൽ തളരാതെ ദൈവപരിപാലനയിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. പ്രിയ ദൈവജനമേ, നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. 2026 ഓരോ ദിവസവും ദൈവത്തിന് പ്രസാദകരമായ ബലിയായി നമുക്ക് അർപ്പിക്കാം. സമയം ദൈവത്തിൻ്റെ ദാനമാണ്. അത് അവിടുത്തെ മഹത്വത്തിനായി മാത്രം നമുക്ക് ഉപയോഗിക്കാം. പാപ സാഹചര്യങ്ങളെ ധീരമായി എതിർക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എളിമയും വിനയവും നമ്മുടെ ജീവിത മുദ്രകളായി മാറട്ടെ. ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ പുതുവർഷം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടാകട്ടെ. ദൈവഹിതം മാത്രം അന്വേഷിക്കുന്ന ഒരു വർഷമായി 2026 മാറട്ടെ. സകല തിന്മകളിൽ നിന്നും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.